കണ്ടതും കേട്ടതും കേട്ടതും കണ്ടതും കണ്ടതും കേട്ടതും. നമസ്കാരം. നിലവിൽ PSC ഉദ്യോഗാർത്ഥികൾ ഏറ്റവും ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് OA. സെക്രട്ടേറിയറ്റ് OA സംബന്ധിച്ച് ധാരാളം സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട്. ഈ വിഷയമാണ് ഇന്നത്തെ കണ്ടതും കേട്ടതും ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൂടെ സെക്രട്ടേറിയറ്റ് OA പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പുതിയൊരു മാർഗനിർദ്ദേശമായിരിക്കും നൽകപ്പെടുന്നത്. എല്ലാവർക്കും ലക്ഷ്യയുടെ കണ്ടതും കേട്ടതും എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. പ്രധാനമായിട്ട് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന പരീക്ഷ സെക്രട്ടേറിയറ്റ് OA അടുത്ത് വരുന്നതിൽ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ വരുന്നുണ്ട്, LSDയുടെ പരീക്ഷ വരുന്നുണ്ട്. എന്നാലും സെക്രട്ടേറിയറ്റ് OA ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് നമുക്ക് പറയാനുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ 2-3 സ്റ്റേജിലെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ ഈ 40/60 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ കുരുക്ക് അതിനകത്ത് കിടക്കുന്നുണ്ടതായിട്ട് തോന്നുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ്റെ ലെവൽ വരുമ്പോൾ 40/60 എന്ന് പറയുന്ന കുരുക്കുണ്ട്. അപ്പോൾ ഇത് പലർക്കും 40/60 എന്നുള്ള ആലങ്കാരികമായിട്ട് ഞാൻ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 60 ക്വസ്റ്റ്യൻസ് നമുക്ക് ഏകദേശം അറിയായിരിക്കും, അറിയാൻ തോന്നും. ക്വസ്റ്റ്യൻ കണ്ട് ഏകദേശം കുഴപ്പമില്ല. ഇത് ആവറേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കുറിച്ചാണ് പറയുന്നത്. ആവറേജ് പഠിക്കുന്ന ഒരാൾക്ക് 60 ക്വസ്റ്റ്യൻ അറിയായിരിക്കും. എന്നാൽ 40 ക്വസ്റ്റ്യനിൽ ചിലത് അറിയായിരിക്കും, എന്നാൽ വളരെ അറിഞ്ഞുകൂടാത്ത, ഉത്തരം തെറ്റിപ്പോകാവുന്ന, പരീക്ഷകൾ നല്ല രീതിയിൽ ആലോചിക്കേണ്ട, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യനൂടെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആവറേജ് ഉദ്യോഗാർത്ഥി 90 അറ്റൻഡ് ചെയ്യുകയും അവന് 20ഓളം അല്ലെങ്കിൽ 15-20ഓളം നെഗറ്റീവ് വരികയും ഫൈനൽ മാർക്ക് വെച്ച് നോക്കുമ്പോൾ അവന് 60-65 ലെവൽ നിൽക്കും. പക്ഷെ എന്നാലും കുഴപ്പമുണ്ട്. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ല സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 5 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് ഒരെണ്ണം ആൻസർ മാറ്റി. അപ്പം ആവറേജ് അപ്പോൾ അവനെ ഫൈനൽ കീ വരുമ്പോൾ ഇവൻ്റെ മാർക്ക് എന്ത് ചെയ്യും? 55 ഒക്കെ പോകും. അപ്പോൾ അത് അവന് നിരാശ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആ നിരാശയിലുണ്ട്. പക്ഷെ ആ ഒരു അബദ്ധം എന്ത് ചെയ്യാൻ പാടില്ല, സെക്രട്ടേറിയറ്റ് OAക്ക് ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെ പോകുമ്പോൾ സെക്രട്ടേറിയറ്റ് OAക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ച് ഇതേ രീതി തുടരുമോ, അതല്ലെങ്കിൽ അവരെന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത്. സെക്രട്ടേറിയറ്റ് OA പരീക്ഷ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതെ സാർ, നമ്മൾ സെക്രട്ടേറിയറ്റ് OA എന്ന പരീക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതെ ഉദ്യോഗാർത്ഥികൾ ഓൾറെഡി LD ക്ലർക്ക് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ഒരു ഫ്ലോയിൽ നിൽക്കുവാണ്. ഇപ്പോൾ ചില ആളുകളുടെ മാർക്ക് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം, ചിലർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്തില്ല എന്ന ചിന്തയുള്ളവരുണ്ടാവാം. അവരെല്ലാവരും വളരെ ക്യൂരിയസ് ആയിട്ട് കാണുന്ന ഒരു മേഖലയാണ്, അല്ലെ ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് OA. അതെ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ സെക്രട്ടേറിയറ്റ് OAക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റ്സിൻ്റെ എണ്ണമാണ്. അതെ, ഇനി നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ, സാർ ഈ ചോദിച്ച 40/60 എന്ന പാറ്റേൺ സെക്രട്ടേറിയറ്റ് OAക്ക് കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് ആവണമെന്നില്ല. കാരണം സെക്രട്ടേറിയറ്റ് OAക്ക് 2 ഫേസ് ഉണ്ട്, പ്രിലിമിനറി ഉണ്ട്, മെയിനും ഉണ്ട്. ഓക്കെ, സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും ഉണ്ടാവുമെന്നാണ് PSC പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് മാത്സും GKയും മാത്രമേ കാണത്തുള്ളൂ. 20-80. അങ്ങനെയാണെങ്കിൽ 20/80 എന്നുള്ള പാറ്റേൺ ആണ് വർക്കൗട്ട് ആവുന്നത്. അത് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനും സാധിക്കും. സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ ഈ ഒരു ഫ്ലോയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കും. അതിന് യാതൊരു സംശയമില്ല. അവര് പഠിത്തം നിർത്താതെ, അതായത് ഇന്ന് വരെ എന്താണോ പഠിച്ചത് അത് അവർ കണ്ടിന്യൂ ചെയ്യുക. ഇംഗ്ലീഷില്ല, അതായത് OAയുടെ പ്രിലിംസിന് ഇംഗ്ലീഷില്ല, എന്നിരുന്നാലും ഇംഗ്ലീഷിലൂടെ അവർ കീപ്പ് ഇൻ ടച്ച് ആയിട്ട് തന്നെ പോവുക. ഇംഗ്ലീഷ് മലയാളം അതെ LD നിലവാരത്തിൽ അവർ നിലവിൽ ഇപ്പോഴും LD നിലവാരത്തിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രിലിംസ് അവർക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. പ്രിലിംസ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മെയിൻസിലേക്കും അവരെ എത്തിക്കും. അവിടെ വീണ്ടും 40/60 എന്ന റൂള് തന്നെ വരികയും ചെയ്യും. ഓക്കെ സാർ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്നാലും ഈ മെയിൻ പരീക്ഷയിലേക്ക് എത്തുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഈ LDC പരീക്ഷയിൽ സംഭവിച്ച തന്നെ ഈ സൈക്കോളജിക്കലി പരീക്ഷകളിലുള്ള പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലേ? അത് ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ലേ? തീർച്ചയായും ആവർത്തിക്കപ്പെടാം. ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രത്തോളം പഠിച്ചാലും അതിൻ്റെ ഒരു പെർഫോമിംഗ് എന്നൊരു കാര്യമുണ്ട്, അതൊരു കലയാണ്. അത് അവർക്ക് ആ പെർഫോമൻസ് ലഭിക്കുന്നത് അവർ വീണ്ടും വീണ്ടും മുൻവർഷ ചോദ്യപേപ്പറിലൂടെ പോകുന്നതിലൂടെയാണ്. കാരണം മുൻവർഷ ചോദ്യപേപ്പർ പഠിക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകളും അതിൻ്റെ ജസ്റ്റ് ചോദ്യം ഉത്തരം എന്ന ലെവലിലാണ് കാണുന്നത്. അങ്ങനെയല്ല, അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിലൂടെ പോവുകയും ഇനി അതേ പാറ്റേണിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളിന് നിശ്ചയമായിട്ടും ഇതൊന്നും യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ 40/60 റൂൾ എന്ന് പറഞ്ഞാലും അവർക്ക് ഉറപ്പായിട്ടും ഈ 15 ചോദ്യങ്ങളൊന്നും തെറ്റാൻ പോകുന്നില്ല. കാര്യം അവർ എക്സ്പീരിയൻസ്ഡ് ആണ്.
ധാരാളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്ക് അതിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ ചില കുട്ടികളുണ്ട്, അവർക്ക് ഒറ്റയ്ക്ക് അത് സാധിക്കില്ല, അവർക്കൊരു മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യം വരും. ഈ മെൻറ്റർഷിപ്പ് നമുക്ക് പല രീതിയിൽ എടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമുക്ക് ചുറ്റുമുള്ള വായനശാലകളിൽ ഒരുപാട് കുട്ടികൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരാൾ പല പരീക്ഷകളും ക്രാക്ക് ചെയ്ത ആളായിരിക്കും, അയാളെ മെൻറ്ററായിട്ട് കണ്ടാൽ മതി. അപ്പം അയാളുടെ സപ്പോർട്ടോട് കൂടി അവർ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾ അയാളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് അവർക്ക് പരീക്ഷയിൽ ഗുണം ചെയ്യും. 2, ഇപ്പം ലക്ഷ്യ പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ യൂട്യൂബിലൂടെ കൊടുക്കുന്ന ക്ലാസ്സുകളുണ്ട്, നമ്മുടെ ആപ്പുണ്ട്, ലക്ഷ്യയുടെ തന്നെ ആപ്പുണ്ട്. സെക്രട്ടേറിയറ്റ് ക്രാഷ് കോഴ്സിന് പ്രിലിമിനറി നേടുന്നതിനുള്ള കോഴ്സ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആപ്പുണ്ട്. ലക്ഷ്യ, അതായത് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ആ ആളിന് പഠിക്കാൻ സാധിക്കും. പഠിക്കാൻ സാധിക്കുമ്പോഴുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, അയാൾ ധാരാളം കാര്യങ്ങൾ പുതുതായിട്ടൂടെ കേൾക്കും. അതായത് ഇപ്പോൾ അയാൾ വിട്ടുപോയ ഒരു ഭാഗം, അതായത് അയാൾക്ക് കിട്ടാത്ത, അയാൾക്ക് മനസ്സിലാവാത്ത ഒരു ഭാഗം ഉണ്ടെങ്കിൽ ആ ഭാഗത്തിന് ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് എപ്പോഴും നല്ലതായിരിക്കും. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കണമെന്നോ അത് ഓൺലൈനായിട്ട് പഠിക്കണമെന്നോ ഒന്നുമില്ല. അവർക്ക് ഒരു മെൻറ്ററിനെ കണ്ടെത്താൻ അവർ വിചാരിച്ചാൽ സാധിക്കും. അത് അവരുടെ കൂടെ പഠിക്കുന്ന ഒരാളാവാം, ചിലപ്പോൾ മുന്നേ പഠിച്ചിരുന്ന ഒരാളാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം. അതിലൂടെ മുന്നോട്ട് പോയാൽ ഇവർക്കെല്ലാവർക്കും സെക്രട്ടേറിയറ്റ് OA ഒരു വലിയൊരു അവസരമാണ് തുറന്നു കൊടുക്കുന്നത്. ഈ പരീക്ഷാ കാലിലുള്ള പേടി മാറ്റാൻ ഒരു എക്സ്പീരിയൻസ് ആർജിക്കേണ്ടി വരും എന്നൂടെയാണ് സാർ പറഞ്ഞു വെക്കുന്നത്. എക്സ്പീരിയൻസ് ആർജിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു വർഷത്തെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനിലൂടെ ഒക്കെ പോയി ഉള്ളൊരു പഠനം ആവശ്യമാണ്. അതിൽ ഏതൊക്കെയാണ് പ്രാധാന്യമുള്ളതെന്നൊക്കെ മനസ്സിലാക്കി സ്വയം അനലൈസ് കൂടെ ചെയ്യണം എന്ന രീതിയിലാണ് സാർ പറഞ്ഞു വെക്കുന്നത്. ഈ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. എന്നാൽ എൻ്റെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് സെക്രട്ടേറിയറ്റ് OA നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്ന അവസരം? സാർ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കാരണം ഈ വരാൻ പോകുന്ന പരീക്ഷകൾ ഒരുപാട് പേര് പ്രതീക്ഷയോടെ ഈ സെക്രട്ടേറിയറ്റ് OA കാണുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ആപ്പിൽ വരുന്ന ഇതിൻ്റെ അഡ്മിഷൻസ് ഒരുപാട്, ഓരോ ദിവസവും ധാരാളം അഡ്മിഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച്. അപ്പം കൂടുതൽ ആൾക്കാർ ഇത് കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അവസരം എന്താണ് എന്നാണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സെക്രട്ടേറിയറ്റ് എന്നത് തന്നെയാണ് ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുട്ടികൾ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഒരു ഫ്ലോയിലാണ്. പക്ഷേ ചില ആളുകൾക്ക് പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടായി. അവരുടെ മാർക്ക് അവർക്ക് പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല, അവർ താഴേക്ക് പോയി. നന്നായിട്ട് പഠിച്ചിരുന്നവർ നമുക്കറിയാവുന്ന ആൾക്കാരാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞൊരു സൈക്കോളജിക്കൽ കുരുക്കിലൊക്കെ അകപ്പെട്ടു പോയി, മാർക്ക് വളരെ കുറഞ്ഞ് നിരാശയിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ താഴേക്ക് പോയി. ഓക്കെ, അതിന് നമുക്കൊരു കാറ്റഗറി ആയിട്ട് കാണാം. അതുപോലെ തന്നെ പ്രതീക്ഷിച്ചൊരു മാർക്ക്, നമുക്കറിയാം കട്ട് ഓഫ് ഓരോ ആളുകളും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാർക്ക് ഉണ്ടാവും. ഇപ്പോൾ മോർ ദാൻ 72 മാർക്ക് കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ എന്ന് വിചാരിക്കുക. അയാളുടെ കോൺഫിഡൻസ് ലെവൽ കൂടി. അതെ. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ കൂടിയ ഒരു ഉദ്യോഗാർത്ഥിക്കും അതുപോലെ തന്നെ അല്പം ഒന്ന് പുറകോട്ട് പോയൊരു ഉദ്യോഗാർത്ഥിക്കും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കഴിഞ്ഞ തവണത്തെ സെക്രട്ടേറിയറ്റ് OA ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2024 മാർച്ച് മാസം വരെ നടന്നത് 893 അപ്പോയിന്റ്മെന്റ്സ് ആണ്. മാത്രമല്ല ഓപ്പൺ കാറ്റഗറിയിലുള്ള കംപ്ലീറ്റ് ആളുകളെയും എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ 3 വർഷം ഇതിന് കാലാവധി ഉണ്ടല്ലോ സാർ. അപ്പോൾ ഇനി പരീക്ഷ നടത്തി ലിസ്റ്റ് ഇടുമ്പോൾ അവരെ മുഴുവൻ പേരെ എടുക്കാനുള്ള ഒരു അവസരമാണ് ഇതിനകത്തുള്ളത്. അതെ. അതായത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും ജോലിയാണ്, ഒരു ഡൗട്ടും ഇല്ല. അതായത് LDC പോലെയല്ല. LDC ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും അവസാന സമയമൊക്കെ ആകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കാണുന്നതാണ് പല പിള്ളേരെ സമരമായിട്ട് ഇറങ്ങുന്നത്. ഇത് അങ്ങനെ ഒന്നും വേണ്ട, ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോലി കിട്ടും. കാരണം ഇത് LDC പോലെ അല്ല. LDCയിലാണെങ്കിൽ ചിലപ്പോൾ ലിസ്റ്റിൽ അവസാനമൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നിശ്ചയമായും ഉദ്യോഗം ലഭിച്ചിരിക്കും, ഒരു ഡൗട്ടും വേണ്ട കാര്യത്തിൽ. ആ ഒരു അറിവാണ് സെക്രട്ടേറിയറ്റ് OAക്ക് നമുക്ക് വരുന്ന അഡ്മിഷൻ. അതായത് നമ്മുടെ ഓൺലൈൻ കോഴ്സിന് ധാരാളം കുട്ടികളാണ് അഡ്മിഷൻ എടുക്കുന്നത് വിത്ത് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്. കാരണം നമ്മളെ കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലയിലെ LD ക്ലർക്ക് പരീക്ഷയിൽ ഞങ്ങൾ പഠിപ്പിച്ചതെന്ന് പറഞ്ഞൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൽ 83-ലധികം ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ പഠിപ്പിച്ചത്. ഉറപ്പായിട്ടും തിരുവനന്തപുരം ജില്ലയിൽ LDC ക്രാക്ക് ചെയ്യാൻ അത് മതി. അത് കണ്ടിട്ട് ധാരാളം പേര് നമ്മുടെ സെക്രട്ടേറിയറ്റ് OAക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. കാരണം LD ക്ലർക്കിനെക്കാളും ഈസിയാണ്. സെക്രട്ടേറിയറ്റ് OAക്ക് ലിസ്റ്റിൽ വന്നാൽ ഉറപ്പായിട്ടും അവർക്ക് ജോലി ലഭിക്കും. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ ഉറപ്പായും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാനുള്ള സാധ്യതയും അവർക്ക് കൂടുതലാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാൻ ഏറ്റവും നല്ലൊരു ചാൻസ് കൂടെ പരീക്ഷ ഇത് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ
മറ്റൊരു പരീക്ഷ എഴുതാതെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് ആവാനുള്ള വലിയൊരു ചാൻസും ഉണ്ട്. അതെ അതെ, അതായത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോലി കിട്ടും. 2, ഈ ഫ്ലോയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് പഠിക്കുവാണ്. ഒരല്പം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് എത്താൻ പറ്റും. 3, സെക്രട്ടറി അസിസ്റ്റന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഡിഗ്രി ഹോൾഡേഴ്സിന്. ഇത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ജോലിയുടെ. പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന നല്ല ടച്ചിലുള്ള ഒരാളും അല്ലെങ്കിൽ അത്യാവശ്യം പഠിച്ചുകൊണ്ടിരുന്നിട്ട് മാർക്ക് കിട്ടാത്ത ഒരാളെ കുറിച്ചുമാണ് പറഞ്ഞത്. എന്നാൽ ഇവർ രണ്ടുപേരും അല്ലാത്ത ഒരാൾക്കാരുണ്ടാവുമല്ലോ. അതായത് പഠിച്ച് തുടങ്ങി ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ LD എഴുതിയപ്പോൾ തന്നെ വലിയ മാർക്കില്ല, അവർ തൽക്കാലം അവർ സ്റ്റോപ്പ് ചെയ്തു. ഫ്രഷറായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇനി പുതുതായിട്ട് പഠിച്ചു തുടങ്ങിയിട്ട് ഇത് ജോലിയിലേക്ക് എത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവർ. അപ്പോൾ അവർക്ക് ആദ്യം പ്രിലിമിനറി പാസ്സാവണം, എന്നാൽ മാത്രമല്ല അവർക്ക് ആ ലെവലിലേക്ക് കയറാൻ പറ്റൂ. അപ്പോൾ അവർക്ക് മിനിമം പ്രിലിമിനറി പാസ്സാവാൻ ഏറ്റവും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും? പ്രിലിമിനറി അവർക്ക് പാസ്സാവണം, അതിനെന്ത് ചെയ്യാൻ പറ്റും? സാർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊരു പരീക്ഷ ഫേസ് ചെയ്യാൻ പോയാലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ പരീക്ഷയുടെ സിലബസ് ആണ്. മറ്റെന്ത് കാണാതെ പഠിക്കുന്നത് പോലെ തന്നെ ആദ്യം സിലബസ് കാണാതെ പഠിക്കണം. അതായത് സിലബസ് അരച്ച് കലക്കി പഠിക്കണം. അതിൽ നിന്ന് നമുക്ക് എത്താൻ പറ്റുന്ന പല മേഖലകളുണ്ട്. അതായത് നമുക്ക് അറിയാവുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവാം, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവാം. അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത്, കൂടാതെ SCERT അതായത് സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളിലൂടെ കൃത്യമായി പോകണം. അതായത് സിലബസിൽ പറയുന്ന ഒരു ഭാഗം സ്കൂൾ ടെക്സ്റ്റിലുണ്ട്. അത് ലക്ഷ്യയുടെയൊക്കെ ടെലിഗ്രാം ചാനലുകളിൽ അത് കൊടുത്തിട്ടുണ്ട്. ഒരു ഡൗട്ട് കൂടെ, സ്കൂൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് മാറിയിട്ടുണ്ടല്ലോ സാർ, 1, 3, 5, 7, 9 അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ്? തീർച്ചയായും. ഇനി പുതിയ SCERT, പഴയ SCERT നമുക്ക് പറയേണ്ടി വരും. പഴയ SCERT ടെക്സ്റ്റിൽ നിന്നും ചോദിക്കാം, പുതിയ SCERT ടെക്സ്റ്റിൽ നിന്നും ചോദിക്കാം. ഉറപ്പായിട്ടും ഒരാൾ ഫ്രഷർ ആണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ അധികം പഠിച്ചു തുടങ്ങാത്ത ആളാണെങ്കിൽ, അയാൾ സ്കൂൾ ടെക്സ്റ്റിൽ കൂടെ പോയേ പറ്റൂ. സ്കൂൾ ടെക്സ്റ്റിൽ കൂടെ പോയി കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി കറണ്ട് അഫേഴ്സ് നന്നായിട്ട് നോക്കി മുന്നോട്ട് പോകും. ഏത് മാസമുള്ള കറണ്ട് അഫെയർ നോക്കേണ്ടി വരും? ജൂണിൽ പരീക്ഷ ഉണ്ടെങ്കിൽ മെയിലുള്ള കറണ്ട് അഫേഴ്സ് വരെ PSC ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു 1.5 കൊല്ലം പുറകോട്ടുള്ള കറണ്ട് അഫേഴ്സ് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാൽ ഇവിടെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് അറിഞ്ഞുകൂടാ, ഈ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് കുറച്ച് പാടായിട്ടൊക്കെ വരുന്നതായിട്ട് എല്ലാവരും പറയാറുണ്ട്. എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടോ ഈ ചോദ്യത്തിന്? സോഴ്സ് ഇല്ല സാർ. സോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് പത്രം വായിക്കുന്ന ഒരാൾ, ഡെയിലി കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് നോക്കുന്ന ഒരാളിന് മാത്രമേ ഇപ്പോഴും ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ട് നമുക്കതൊന്നും വേണ്ട. അതായത് നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ ഏരിയ പറഞ്ഞു കൊടുത്താൽ അതിൽ തന്നെ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. മാത്രമല്ല നമ്മുടെ ലക്ഷ്യം സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുത്തെ എല്ലാ അധ്യാപകരെടുത്തും, അതായത് ഏത് ടോപ്പിക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനായാലും ആ അധ്യാപകനോട് ടോപ്പിക് റിലേറ്റഡ് കറണ്ട് അഫേഴ്സ് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു സെഷനാക്കി മാറ്റാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ജോഗ്രഫി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൃത്യമായിട്ട് ജോഗ്രഫിയിലെ റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് പറഞ്ഞു കൊടുക്കണം. അതുപോലെ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ആൾ അത് പറഞ്ഞു കൊടുക്കണം, ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ആൾ അത് പറഞ്ഞു കൊടുക്കണം. ആ ഒരു ലെവലിൽ ഇതിനെ കണ്ടാൽ മാത്രമേ നിശ്ചയമായിട്ടും കറണ്ട് അഫേഴ്സ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞു വന്നത് SCERTയും കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളം പോലുള്ള ടോപ്പിക്കുകളും തുടക്കത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുകയും പരമാവധി ആ മേഖലയിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്ത് ഒരു ബേസ് ഉണ്ടാക്കിയെടുത്ത ശേഷം ബാക്കി മേഖലകളൂടെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും അവർക്ക് സെക്രട്ടേറിയറ്റ് OA പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പ്രിലിമിനറി നേടിയെടുക്കാൻ വലിയൊരു അവസരമാണ്. പ്രിലിമിനറി നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇംഗ്ലീഷും മലയാളവും ഒന്നും ഉൾപ്പെടുന്നില്ല, മാത്സും GK മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് മാത്സും GKയും നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്രിലിമിനറി കിട്ടും. പ്രിലിമിനറി ഒരുവിധമുള്ള എല്ലാ പിള്ളേർക്കും കിട്ടും സാർ. അതിന് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവത്തില്ല. കാര്യം പഴയ സെക്രട്ടേറിയറ്റ് പ്രിലിംസ് എടുത്ത് നോക്കൂ, ഒരുവിധം പഠിക്കുന്ന എല്ലാ കുട്ടികളും പ്രിലിംസിൽ ഉൾപ്പെടും. മെയിൻസ് വരുമ്പോഴാണ് കുറച്ചുകൂടെ ഫോക്കസ് വേണ്ടി വരുന്നത്. അതായത് സാർ പറയുന്ന വെച്ച് നമുക്ക് പോവുകയാണെങ്കിൽ പ്രിലിമിനറി പാസ്സാവണമെങ്കിൽ, മെയിൻ പാസ്സാവണമെങ്കിൽ നമുക്ക് സിലബസ് കൃത്യമായിട്ട് അറിയണം. നമ്മുടെ ലക്ഷ്യയിലെ ടെലഗ്രാം ചാനൽ ആ സിലബസ് നൽകും അല്ലേ സാർ? തീർച്ചയായും ആ സിലബസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ആ സിലബസിനെ ബേസ് ചെയ്ത് SCERT ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ആ ചാപ്റ്റേഴ്സ് വ്യക്തമായിട്ട് പഠിക്കുകയും വേണം. വരികൾക്കിടയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്, വ്യക്തമായിട്ട് പഠിക്കുകയും വേണം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ഇതാണുള്ള ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും സാർ, നമ്മൾ SCERT ക്ലാസ് ഒരുപാട് പോയതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്സ്പ്ലനേഷൻ ധാരാളം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലക്ഷ്യയുടെ ആപ്പോ ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്ലാസ്സിലോ വരാൻ സാധിക്കാത്ത ധാരാളം പേരുണ്ട്. അവർക്ക് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനൽ വളരെ ഉപകാരപ്രദമാണ്. യൂട്യൂബ് ചാനൽ മാത്രം ഫോളോ ചെയ്താൽ തന്നെ ഈ പറഞ്ഞതിന്റെ ഒരു 50% കൂടുതലും ക്രാക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഓക്കെ സാർ. അപ്പം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മൾ ചോദിച്ച ഒരു സംശയമായിരുന്നു സെക്രട്ടേറിയറ്റ് OA സംബന്ധിച്ചുള്ള ഒരു
ഒരു ഏകദേശ ധാരണ അവർക്ക് ലഭ്യമായിട്ടുണ്ടാകും ഇന്നത്തെ ഒരു ചർച്ചയിലൂടെ. പിന്നീട് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റുകളുമായിട്ട് നമുക്കിനി അടുത്തൊരു ദിവസം കാണാം. അപ്പം മറ്റൊരു വിഷയമായിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിലോ ആഴത്തിലും പരപ്പിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയോ ഞങ്ങളെ അറിയിക്കുകയോ ചെയ്യാം. കണ്ടതും കേട്ടതും എന്ന ലക്ഷ്യയുടെ സെഗ്മെൻറ്റിലൂടെ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വിഷയവുമായി കണ്ടതും കേട്ടതും ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.